ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ന്യൂറൽ നെറ്റ്വർക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സ് എന്താണെന്നും അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്നും ഇതിനെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആദ്യമേ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഡെഫിനിഷനിലോട്ട്. Artificial neural network models the relationship between a set of input signals and an output signal using a model derived from our understanding of how a biological brain responds to stimuli from sensory inputs. അപ്പോൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്താണ് മോഡൽ ചെയ്യുന്നത്? ഒരു സെറ്റ് ഓഫ് ഇൻപുട്ട് സിഗ്നൽസും ആ ഇൻപുട്ട് സിഗ്നൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് സിഗ്നൽസ്, അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? എ മോഡൽ ഡിറൈവ്ഡ് ഫ്രം അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ എ ബയോളജിക്കൽ ബ്രെയിൻ റെസ്പോൺസ് ടു സ്റ്റിമുലൈ ഫ്രം സെൻസറി ഇൻപുട്സ്. അതായത് ഒരു ബയോളജിക്കൽ ബ്രെയിൻ, നമ്മുടെ സാധാരണ ബ്രെയിൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സെൻസറി ഓർഗൻസിൽ നിന്ന് നമുക്ക് റിസീവ് ചെയ്യുന്ന ഇൻപുട്ടിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതിന് സമാനമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട്, ഒരു ഇൻപുട്ട് സിഗ്നൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത കമ്മിങ് സെക്ഷൻസിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ എന്താണ് ഇതിന്റെ സംഭവങ്ങളെന്ന് പറയാം. ഇനി അതിനു മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഒരു ബയോളജിക്കൽ ഒരു നമ്മുടെ ശരീരത്തിൽ ബ്രെയിനകത്ത് എങ്ങനെയാണ് ബ്രെയിൻ നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു തീയിലോട്ട് കൈ വെക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ചൂടുള്ള പാത്രത്തിൽ കൈ പിടിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്കിന്നാണ്. ആ സെൻസ് ഓർഗനിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ആ സെൻസറി ഇൻപുട്സ്, റിസീവ് ചെയ്യുന്ന ഇൻപുട്ട് ഏതിലോട്ട് പോകുന്നു? ഈ ന്യൂറോണിന്റെ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നെർവസ് സിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് ന്യൂറോൺസ്. ഈ ന്യൂറോൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു? നമ്മൾ ഒരു ചൂടുള്ള പാത്രത്തിലോ ഏതെങ്കിലും കൈകൊണ്ട് പിടിക്കുമ്പോൾ ആ കിട്ടുന്ന ഇൻപുട്ട് എന്താണ്? ഇൻപുട്ട് ഡെൻഡ്രൈറ്റ്, ന്യൂറോൺസിന്റെ, നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോൺസിന്റെ ഡെൻഡ്രൈറ്റിൽ വരുന്നു. നമ്മളൊരു ചെറിയ ചൂടാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പെട്ടെന്ന് ആക്ഷൻ ഒന്നും ചെയ്യത്തില്ല, നമ്മൾ കൈ വലിക്കത്തൊന്നുമില്ല. ഒരു പെർട്ടിക്കുലർ ത്രെഷോൾഡിന് മേളിലുള്ള ഒരു ചൂടാണ് ആ ഒബ്ജക്റ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പെർട്ടിക്കുലർ ഇൻപുട്ടിന്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ ത്രെഷോൾഡിന് മേളിലാകുമ്പോൾ ഇറ്റ് ഈസ് ഔട്ട്പുട്ടഡ് ടു ഈ ന്യൂറോൺ. ഈ ഇൻപുട്ട് സിഗ്നൽ ഇതിനെ ഔട്ട്പുട്ട് ചെയ്യും ഈ ടെയിൽ വഴി. ഈ പാർട്ടിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് പറയുന്നത്. ഈ ആക്സോണിലോട്ട് ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ചെയ്യും. ഈ ആക്സോണിന്റെ ടെർമിനൽ നോഡിൽ നിന്ന് ഇതിനെ ഫയർ ചെയ്യും, അടുത്ത ന്യൂറോണിലോട്ട് ഫയർ ചെയ്യും. ഈ ഫയർ ചെയ്ത് ഈ സാധനം, ഈ സ്റ്റിമുലൈ, ഈ ഇൻപുട്ട് സിഗ്നൽ എവിടെ എത്തും? ബ്രെയിനിൽ എത്തുമ്പോൾ ബ്രെയിൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ആക്ഷൻ തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കും. ആ ആക്ഷൻ ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കൈ പതുക്കെ, നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇതിന് മേളിലാണെങ്കിൽ കൈ പതുക്കെ വലിക്കും. അപ്പോൾ നമ്മൾ ഒരു ചൂടുള്ള ഒബ്ജക്റ്റിൽ നമ്മൾ കൈ വെക്കുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യാനുള്ള ടൈം വളരെ ക്വിക്കായിട്ടാണ് ബ്രെയിൻ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് മോഡൽ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു. ദ ഇൻകമിംഗ് സിഗ്നൽസ് ആർ റിസീവ്ഡ് ബൈ ദ സെൽസ് ഡെൻഡ്രൈറ്റ്സ് ത്രൂ എ ബയോളജിക്കൽ പ്രോസസ്. അപ്പോൾ നമ്മളൊരു ചൂടുള്ള ഒബ്ജക്റ്റിൽ കൈവെക്കുമ്പോൾ എന്താണ് ആ സിഗ്നൽ അതിനകത്ത് കൊടുക്കുന്നു? ഡെൻഡ്രൈറ്റ്സിലോട്ട് എത്തിച്ചേരുന്നു. ദ ഇമ്പൾസസ് ആർ വെയ്റ്റഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓർ ഫ്രീക്വൻസി. നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഓരോ ഇൻപുട്ട് സിഗ്നലിന് ഒരു വെയിറ്റ് അസൈൻ ചെയ്യും. ഇപ്പൊ ചൂടാണെങ്കിൽ ചൂടിന് ഒരു വെയിറ്റ് അസൈൻ ചെയ്യും. When a threshold is reached, the cell fires. ഒരു പർട്ടിക്കുലർ വാല്യൂ കൂടുതൽ ആണ് ഇൻപുട്ട് സിഗ്നൽ വരുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ സെല്ല് ഫയർ ചെയ്യും. ഫയർ ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഈ ഇൻപുട്ട് സിഗ്നലിനെ എന്ത് ചെയ്യുന്നു? ഫയർ ചെയ്ത് ഔട്ട്പുട്ടിലോട്ട് കൊണ്ടുവരുന്നു. അതാണ് സെൽ ഫയേഴ്സ് എന്ന് പറയുന്നത്. And the output signal is transmitted through axon via electrochemical process. അപ്പോൾ നമുക്കറിയാം ഈ ഔട്ട്പുട്ട് സിഗ്നലിനെ ഈ ആക്സോൺ വഴി എങ്ങോട്ട് പോകുന്നു? ആക്സോൺ ടെർമിനലിലോട്ട് പോകുന്നു. ഈ രീതിയിൽ നമ്മുടെ ബയോളജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പറയുന്നത്.
In the terminal axon, the electrical signal is again processed as a chemical signal and is passed to the neighboring neurons through a tiny gap known as synapse. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഔട്ട്പുട്ട് അടുത്ത ന്യൂറോണിലോട്ട് പാസ് ചെയ്യും. ഈ അടുത്ത ന്യൂറോണിൽ നിന്ന് പിന്നെ അങ്ങനെ പോയി ഇറ്റ് വിൽ റീച്ച് ദ ബ്രെയിൻ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ്. Biological learning systems are built using very complex web of interconnected neurons. അപ്പോൾ നമ്മുടെ ലേണിംഗ് സിസ്റ്റംസ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ലേണിംഗ് സിസ്റ്റംസിനെ ഇതുപോലുള്ള കുറെ ന്യൂറോൺസുകൾ തമ്മിൽ കണക്ട് ചെയ്ത ഒരു വലിയ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ലേണിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. Information processing capability of biological neural systems is due to its ability to carry out huge number of parallel processes distributed over many neurons. അപ്പോൾ നമ്മളുടെ ഒരു ബയോളജിക്കൽ പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി എങ്ങനെയാണ്? ഇങ്ങനെ കുറെ ന്യൂറോൺസിനെ പാരലൽ ആയിട്ട് പ്രോസസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി മനുഷ്യരിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏതൊരു ജീവജാലങ്ങളിലും ഉണ്ടാകുന്നത്. ഇനി ANN systems are motivated to implement this kind of parallel computation using distributed representations. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്താ ചെയ്യുന്നത്? ഇതുപോലെയുള്ള ഒരു പാരലൽ കമ്പ്യൂട്ടേഷൻ എങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് റെപ്രസെന്റേഷൻ വഴി ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് സിസ്റ്റത്തിന് ഈ ബയോളജിക്കൽ ന്യൂറോണിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. സിഗ്നൽ ഇൻ ചെയ്യുന്നു, ഈ സെറ്റ് ബോഡി എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ ത്രെഷോൾഡിന് മേളിൽ വരുവാണെങ്കിൽ ഇൻപുട്ട് സിഗ്നലിനെ ആക്സോൺ വഴി വെളിയിലോട്ട് കൊടുക്കുന്നു, എന്നിട്ട് അടുത്ത ന്യൂറോണിലോട്ട് പാസ് ചെയ്യുന്നു. ദിസ് ഈസ് ദി ഫ്ലോ ഓഫ് സിഗ്നൽസ് ഇൻ എ ബയോളജിക്കൽ ന്യൂറോൺ. സിഗ്നൽ ഇൻ ഒരു ത്രെഷോൾഡ് കഴിയുമ്പോൾ ദിസ് സിഗ്നൽ ഔട്ട് ആൻഡ് ദിസ് സിഗ്നൽ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദി നൈബറിംഗ് ന്യൂറോൺസ്. ഇനി ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ്, നമ്മള് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സിൽ നമ്മൾ ഈ ന്യൂറോൺ എന്ന് പറഞ്ഞ ഈ ബയോളജിക്കൽ ന്യൂറോൺ കൺസെപ്റ്റ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ന്യൂറോൺ റിസീവ്സ് വൺ ഓർ മോർ ഇൻപുട്സ് ആൻഡ് സം സ്ട്രെങ്ത്സ് ടു പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട്. ഇനി നമ്മളുടെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സിൽ നമ്മൾ ഓരോ ന്യൂറോണിനെയും ഒരു സർക്കുലർ ഇതായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഓരോ ന്യൂറോണിനും ഒരു ഇൻപുട്ട് വാല്യൂ ഉണ്ടാകും. ഇൻപുട്ട് വാല്യൂ ഉണ്ടാവും. ഇതാണ് ഈ ഇൻപുട്ട് വാല്യൂവിനും ഓരോ ന്യൂറോൺ ഓരോ വെയിറ്റ് അസൈൻ ചെയ്യും. ഈ വെയിറ്റും ഇൻപുട്ട് വാല്യൂവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ സമ്മ്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും, ഇതിനകത്ത് എന്തൊക്കെയാണ് ഇൻപുട്ട് സിഗ്നൽസ്. ഈ പർട്ടിക്കുലർ ബയോളജിക്കൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സിലെ ന്യൂറോൺസിലെ ഇൻപുട്ട് സിഗ്നൽ എന്താണ്? X1, X2 എക്സെട്രാ അപ് ടു Xn ആണ് ഇൻപുട്ട് സിഗ്നൽസ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? W1, W2, W3 എക്സെട്രാ അപ് ടു Wn വെയിറ്റ് ആണ്. ഇനി X0യും W0നെ നമ്മൾ ബയസ് എന്ന് ബയസ്. X0, അപ്പൊ X0 എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ സിഗ്നൽ X0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതിന്റെ കൂടെ ഒരു വെയിറ്റും കൂടെ ആഡ് ചെയ്യുന്നു. ഈ കോൺസ്റ്റന്റ് വാല്യൂ പ്ലസ് വെയിറ്റിനെ നമ്മൾ എന്താ പറയുന്നത്? ഒരു ബയസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, സാധാരണഗതിയിൽ നമ്മൾ ഒരു ലീനിയർ റിഗ്രഷൻ സിസ്റ്റത്തിൽ എന്താണ്, നമുക്കൊരു 3 ഇൻപുട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. X1, X2, X3. ഓക്കെ, ഇതിനെങ്ങനെയാണ് നമ്മളൊരു ലീനിയർ റിഗ്രഷനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? A1 X1 പ്ലസ് A2 X2 പ്ലസ് A3 X3 പ്ലസ് എ കോൺസ്റ്റന്റ്. ഈ രീതിയിൽ നമുക്ക് ഇതിന്റെ ഈ 3 ഇൻപുട്ട് വേരിയബിൾസ് ഉള്ള ഒരു ലീനിയർ റിഗ്രഷൻ മോഡലിനെ നമുക്ക് ഇങ്ങനെ ഇതിനകത്ത് ഈ C പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇപ്പൊ ന്യൂറൽ നെറ്റ്വർക്സിലും നമ്മൾ അതിനകത്ത് ചെയ്യുന്നത്, ഏതൊരു ബയോളജിക്കൽ ലേണിംഗ് സിസ്റ്റത്തിനാണെങ്കിൽ ലേൺ ചെയ്യുമ്പോൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് A1, A2, A3. A1 ഈ ന്യൂറൽ നെറ്റ്വർക്സ് വരുമ്പോൾ A1 എന്ന് പറയുന്നത് ഒരു വെയിറ്റ് ആണ്. ദാറ്റ് ഈസ് ദ ഒപ്റ്റിമൈസ്ഡ് വെയിറ്റ്. A2 ആൻഡ് A3 ഈ വെയിറ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ഈ സീനെ നമ്മൾ എന്താണ്, കോൺസ്റ്റന്റ്, നമ്മൾ ബയസ് എന്ന് പറയുന്നു. ഈ കാര്യമാണ്. ഇതേ കാര്യം തന്നെ നമ്മൾ ഇതിനകത്തോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? X0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. W0 X0നെ നമ്മൾ ബയസ് എന്ന് പറയുന്നു. X1 to
എക്സ് എന്നിനെ നമ്മൾ ഇൻപുട്സ് ആയിട്ട് പറയുന്നു. അപ്പോൾ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് വരുന്നത്? ഇതിന്റെ സം എന്താണ്? x1w1 plus x2w2 plus x3w3 etc. up to xn wn plus x0w0, that is a constant. അതിനെ നമ്മൾ ബയസ് എന്ന് പറയും. അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ടോട്ടൽ വാല്യൂ, ഇനി അടുത്ത നമുക്ക് പറയാൻ പോകുന്നത് ഈ ടോട്ടൽ വാല്യൂ, ഈ കിട്ടുന്ന ടോട്ടൽ വാല്യൂ സിഗ്മ ഐ is equal to 0 to n wi xi യുടെ വാല്യൂ ഒരു ത്രഷോൾഡ് വാല്യൂവിനേക്കാളും മേളിലായിട്ട് വരികയാണെങ്കിൽ ഇതിനെ ഔട്ട്പുട്ടിലോട്ട് ഫയർ ചെയ്യും. ഇതിനെയാണ് നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? ഈ വാല്യൂ ആക്ടിവേഷൻ ഫംഗ്ഷന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. വാട്ട് ഈസ് ദ ഇൻപുട്ട് ഓഫ് ആൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ? സിഗ്മ ഐ is equal to 0 to n wi xi ആണ് ഈ ആക്ടിവേഷൻ ഫംഗ്ഷന്റെ ഇൻപുട്ട്. ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്തായിട്ട് ഔട്ട്പുട്ട് ചെയ്യും? ഔട്ട്പുട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഔട്ട്പുട്ട് എ കോൺസ്റ്റന്റ് വാല്യൂ, എ ന്യൂമറിക്കൽ വാല്യൂ ആണ് ഔട്ട്പുട്ട് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ ത്രഷോൾഡിന് മേലിൽ വരുമ്പോൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഔട്ട്പുട്ട് ചെയ്യും. അല്ല പർട്ടിക്കുലർ ത്രഷോൾഡിന് താഴെയാണെങ്കിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഔട്ട്പുട്ട് ചെയ്യും. ഞാനൊരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ it will output either a logic 0 or logic 1 based on some threshold value. അപ്പൊ ഇതാണ് ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൽ നടക്കുന്നത്. ഈ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ഒരു ന്യൂറോണുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. Is given as an input to the next neuron and this process continues. അപ്പൊ ഇതാണ്. അപ്പൊ ഈ ന്യൂറോൺസിന്റെ ഇതുപോലത്തെ ഈ നോഡ്സിന്റെ ഒരു നെറ്റ്വർക്കാണ് ശരിക്കും ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓരോ നോഡ്സിനും അതിനൊരു ഇൻപുട്ട് ഉണ്ട്. ആ ഇൻപുട്ടിന്റെ ഒരു വെയിറ്റ് അസൈൻ ചെയ്യുന്നുണ്ട്. ഈ വെയിറ്റിന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. സോ ദ ലേണിംഗ് പ്രോസസ് ഇൻ ആൻ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? Finding out the optimal value of W1, W2, W3 and etc. to Wn so that the output of the learning system produces highest accuracy. അതാണ് എൻ്റെ ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് ഇൻ ആൻ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കമ്മിങ് സെക്ഷനിനകത്ത് പഠിക്കും. ഈ കാര്യങ്ങൾ തന്നെയാണ് ഈ ഫംഗ്ഷൻ. ഇതിനെയാണ് നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. I is equal to f of sigma I is equal to 0 to n wi xi. The function will return a single value. It will be either a logical 1 or a logical 0. Small circles in the schematic representation are called nodes of the neuron. ഇതിനെ നമ്മൾ ഈ സ്കീമാറ്റിക് റെപ്രസെന്റേഷനിലെ ഈ ചെറിയ സർക്കിളിനെയാണ് നോഡ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് circles on the left side receives the value of x1, x0, x1, etc. up to xn and are called the input nodes. അത് നമ്മൾ പറയുന്നു ഈ x1, x2, etc. up to xn നെ ഇൻപുട്ട് നോഡ്സ് എന്ന് പറയുന്നു. ഇനി അടുത്തത് and the circle on the right side which outputs the value of y is called the output node. ഈ കേസിൽ ഇതാണ് ഔട്ട്പുട്ട്. These are x1, x2, etc. up to xn are the input nodes and this is the output. The squares represent the processes that are taking place before the result is output. ഇതിനകത്ത് ഒരു സ്ക്വയർ വാല്യൂ കാണിക്കുന്നുണ്ട്. ഈ സ്ക്വയർ വാല്യൂ എന്താണ്? ഇൻഡിക്കേറ്റിംഗ് ദ പ്രോസസ്. ഇതിനകത്ത് എന്താ പ്രോസസ്സിംഗ് ആണ് നടത്തുന്നത്? സിഗ്മ wi xi. അതിനെ നമ്മളൊരു സ്ക്വയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇതിനകത്ത് എന്താ പറയുന്നത്? സിഗ്മ wi xi നെ പ്രോസസ് ചെയ്ത് generate a return a value of logical 1 or 0. That is done here. അപ്പോൾ ഈ പ്രോസസ് ചെയ്യുന്ന ഭാഗത്തെ നമ്മൾ ഒരു സ്ക്വയർ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇത് ഈ നമ്മുടെ പ്രോസസ്സിംഗ് പാർട്ട് നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് നമുക്ക് പറയുവാണെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം x0 is equal to 1 and w0 are the. ഇതിനെ നമ്മൾ x0 w0 നെ നമ്മൾ ബയസ് എന്ന് പറയുന്നു. Call this part as x0 into w0. x0 w0 is called as bias. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ്? The output of this particular network is x w1 x
write as W1 x1 plus W2 x2 plus etc. up to Wn xn plus bias. Bias എന്ന് പറഞ്ഞാൽ എന്താണ്? W0 x0. ഇതിനെ നമ്മൾ bias എന്ന് പറയും. ഈ ബയസിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? We are applying a particular function. ഫംഗ്ഷൻ ഇതൊരു ഫംഗ്ഷൻ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ ഔട്ട്പുട്ട് either a logic 1 or 0. ഇതാണ് ഇതിന്റെ ഒരു ജനറൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു എക്സാമ്പിൾ ഉപയോഗിച്ച് നമ്മൾ ഇത് എങ്ങനെ ഇത് വർക്ക് ചെയ്യും എന്നതിനെ കുറിച്ച് ഞാനൊന്ന് ബ്രീഫായിട്ട് കോൺസെപ്റ്റ്വൽ ഇത് കിട്ടാൻ വേണ്ടി ഒച്ചയും കൂടെ ബ്രീഫായിട്ട് പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. ഇതിനകത്ത് നമ്മളൊരു ഇമേജ് ആണെന്ന് വിചാരിക്കുക. ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പിക്സൽസ്. അതിനെയാണ് നമ്മൾ ഇമേജ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഇമേജ് എടുക്കുകയാണെങ്കിൽ ഇമേജിനകത്ത് നമ്മൾ 0 എന്ന് പറഞ്ഞൊരു സാധനം എടുക്കണം. ഇത് ഇമേജ് ഒരു 25x25 പിക്സൽ ചേരുന്നതാണെന്ന് വിചാരിക്കുക. ഈ ഇമേജ് ഈ 25x25 പിക്സലിൽ കുറെ ബ്ലാക്ക് സ്പോട്ട്സും ഡാർക്ക് സ്പോട്ട്സും കുറെ ബ്രൈറ്റ് സ്പോട്ട്സും ഉണ്ട്. ബ്രൈറ്റ് സ്പോട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ 0 എന്ന് പറയുന്നതാണ് ബ്രൈറ്റ് സ്പോട്ട്സ്, ബാക്കിയൊക്കെ ഡാർക്ക് സ്പോട്ട്സ് ആണ്. അപ്പൊ നമ്മള് 25x25 പിക്സൽ ഉള്ള ഒരു ഇമേജ് ആണെന്ന് വിചാരിക്കുക. ഈ ഇമേജിനെ നമ്മൾ എത്ര ഇൻപുട്സ് ആയിട്ട് 25x25 625 ഇൻപുട്സ് ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ എന്നിട്ട് നമ്മൾ ആ ഓരോ ന്യൂറോൺസിലും നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഓരോ ന്യൂറോൺസിലും നമ്മൾ കൊടുക്കുന്നത് ആ പർട്ടിക്കുലർ പിക്സലിന്റെ ബ്രൈറ്റ്നസ് വാല്യൂ. ബ്രൈറ്റ്നസ് വാല്യൂ എന്ന് വെച്ചാൽ ഗ്രേ സ്കെയിൽ ബ്രൈറ്റ്നസ് വാല്യൂ ആണ്. ആ ബ്രൈറ്റ്നസ് വാല്യൂ ഞാൻ സങ്കല്പിക്കുകയാണ് 0ക്കും 1നും ഇടയ്ക്കുള്ള ഒരു ബ്രൈറ്റ്നസ് വാല്യൂ ആണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ x1 അപ്പോ x1 to x25 എന്ത് കാണും? ഒരു ബ്രൈറ്റ്നസ് വാല്യൂ കാണും. അതിനകത്ത് ഡാർക്ക് സ്പോട്ടിനുള്ള ബ്രൈറ്റ്നസ് വാല്യൂ 0 ആയിരിക്കും. ബ്രൈറ്റ് സ്പോട്ടിനുള്ള ബ്രൈറ്റ്നസ് വാല്യൂ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ആയിരിക്കും. ബ്രൈറ്റ്നസിന്റെ വാല്യൂ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കാര്യം ബിക്കോസ് നൈബറിംഗ് പിക്സൽസിലെ ബ്രൈറ്റ്നസ് ഇച്ചിരി കൂടെ കുറവായിരിക്കും. അപ്പൊ അതിനകത്തുള്ള വാല്യൂസ് കിട്ടും. അപ്പൊ നമുക്ക് 625 ഞാൻ അസ്യൂം ചെയ്യുവാണ്. വി ആർ അസ്യൂമിങ് ദാറ്റ് ഒരു 55 പിക്സലാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഒരു 55 ഇതിന്റെ ഔട്ട്പുട്ട്, ഈ ആക്ടിവേഷൻ ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ബാക്കിയുള്ളതിന്റെ എല്ലാം 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഇതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ നമ്മൾ അതിനെ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ആയിട്ട് സങ്കല്പിക്കുകയാണ്. W0 എന്ന് പറയുന്നത് ഒരു ബയസ് ആണ്. W1 W2 etc. up to W625 into that is weight. ഇതിനെ നമ്മൾ എന്താണ് വെയിറ്റ് എന്ന് പറയുന്നു. വെയിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ഇൻപുട്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേ സ്കെയിൽ വാല്യൂ. അതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ടിനകത്ത് ഞാനൊരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. ഞാൻ ഫോർ എക്സാമ്പിൾ ഈ ഇൻപുട്ട് നമ്മൾ ഈസ് പാസ്ഡ് ടു സം ലെയേഴ്സ്. ഇതിനെയാണ് നമ്മൾ ഹിഡൻ ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ആദ്യത്തേനകത്ത് എത്ര എണ്ണം ഉണ്ട്? 625 പ്ലസ് 1 ബയസും കൂടെ ചേർന്നപ്പോൾ 626 ഇൻപുട്സ് ഉണ്ടെങ്കിൽ അടുത്ത ലെയറിൽ വരുമ്പോൾ എന്താണ്? ഈ 626 വരത്തെ ഒരു 100 ഇൻപുട്സ് ഉള്ള ലെയർ ആണെങ്കിൽ ഇതിനകത്ത് 100 ഇൻപുട്സ് ഉള്ള ലെയറിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു 100 ആക്ടിവേഷൻ ഫംഗ്ഷൻ, ഒരു ഗ്രേ സ്കെയിൽ വാല്യൂ, ഒരു പെർട്ടിക്കുലർ വാല്യൂ മേലുള്ള ഗ്രേ സ്കെയിൽ വാല്യൂ ഉള്ള ഇൻപുട്ട് ഇങ്ങോട്ട്. അപ്പൊ നമുക്ക് 100 പിക്സൽ വാല്യൂസിന് ഹയർ വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് വാല്യൂസിന് മുകളിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന്റെ അടുത്ത ലെയറിലോട്ട് വരും. ഓക്കെ, ദാറ്റ് ഈസ് അഗെയിൻ അനദർ സെറ്റ് ഓഫ് നോഡ്സ്. യു ക്യാൻ റൈറ്റ് ദാറ്റ്. ഇതാണ് അടുത്തൊരു ലെയർ. ഈ ലെയറിൽ നിന്ന് എന്താണ് പിന്നെയും ഇതിനെ കമ്പൈൻ ചെയ്ത് അടുത്ത ലെയർ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് ലെയറിൽ എന്താ വരുന്നത്? ഇതിനകത്തൊരു ഇമേജ് റെക്കഗ്നിഷൻ ആണ്, നമ്പർ റെക്കഗ്നിഷൻ ആണ്. ഔട്ട്പുട്ട് ലെയറിൽ വരുന്നത് എന്താണ്? നമ്പേഴ്സ് ദാറ്റ് റെക്കഗ്നൈസ് 0 1 2 3 etc. up to 9. ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട് ലെയറിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ നമുക്കൊരു ഇമേജിനെ എങ്ങനെ ലേണിംഗ് സിസ്റ്റം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ഈ ലേണിംഗ് സിസ്റ്റം ലേൺ ചെയ്യുന്നത് എങ്ങനെയാണ്? റാൻഡം ആയിട്ട് ഒരു വാല്യൂ വെയിറ്റിന് അസൈൻ ചെയ്യുന്നു. ഈ വാല്യൂ വെച്ച് നമ്മൾ ഔട്ട്പുട്ട്
നോക്കുന്നു, ഔട്ട്പുട്ട് കറക്റ്റ് ആണോ നോക്കുന്നു. ഔട്ട്പുട്ട് തെറ്റാണെങ്കിൽ ഈ വെയിറ്റിന്റെ വാല്യൂ പിന്നെയും ചെയ്യുന്നു. ഇതിനെ ഈ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് ഇവിടെ എത്തുന്നത് വരെയുള്ള ഇതിനെ ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നു. വൺസ് ഇതിന്റെ ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അഗെയിൻ ഈ വാല്യൂ തിരിച്ചിങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. അതിനെ ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കമ്മിങ് ക്ലാസ്സസ് പഠിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സിൽ ഒരു ഇമേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഇമേജ് റെക്കഗ്നിഷൻ ടു റെക്കഗ്നൈസ് നമ്പേഴ്സ് ഫ്രം 0 to 9. ഇതാണ് ഈ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാനൊരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ താങ്ക് യു ഫോർ പേഷ്യൻലി വാച്ചിങ് ദിസ്